ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എല്ലാം കൂടി എനിക്ക് താങ്ങാൻ പറ്റുന്നില്ലമ്മ. ഇതിനെ മാത്രം സങ്കടപ്പെടുത്താൻ ഞാൻ എന്ത് പാപം ചെയ്ത്? എനിക്ക് തലയൊക്കെ പെരുത്ത് കയറുക, മനസ്സ് കൈവിട്ട് പോന്ന പോലൊരു തോന്നല്. പോകണ്ടെന്നോ? അതെ, ഡെയ്സി ഇനി അവളുടെ വീട്ടിലേക്ക് പോകുന്നില്ല. നീ ഇനി നിൽക്കേണ്ടത് എന്റെ മകന്റെ ഭാര്യയായി മാണിക്കോത്ത് തന്നെയാ. എന്തായാലും നിങ്ങളുടെ വിവാഹം കഴിഞ്ഞു. അതുകൊണ്ട് ഇനി നീ എന്റെ വീട്ടില് എന്റെ മകന്റെ ഭാര്യയായിട്ട് നിന്നാ മതി. ആരാ ചോദിക്കാൻ വരുന്നെന്ന് ഞാനൊന്ന് നോക്കട്ടെ. മഹേട്ടാ, അത് ഇതെനിക്ക് കിട്ടിയ ഒരു അവസരമാ. തിരിച്ചടിക്കാനുള്ള ഒരു പന്ത് എന്റെ ഭാഗത്ത് വന്ന് നിൽക്കുമ്പോ തിരിച്ചടിക്കുക തന്നെ വേണം. ഇനി മുതല് എവൾ എന്റെ വീട്ടിലെ മരുമകളാ, എന്റെ മകന്റെ ഭാര്യ. അത് ഞാൻ തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞു. ഇനി ഇതിലൊരു സംസാരമില്ല. പൊന്നി, സത്യാമ്മയ്ക്ക് മരുന്ന് കൊടുത്തായിരുന്നോ? കഴിക്കുന്നില്ലായിരുന്നു. ഒരു കണക്കിനാ ഞാൻ കൊടുത്തേ. വാശി കാണിക്കും. അത് ഈ അസുഖത്തിന്റെ. എന്ത് ചെയ്യാനൊക്കും? ഇതെല്ലാം കാണാന്നല്ലാതെ. രാഘവൻ സാറിന്റെ കാര്യം കഷ്ടം. എപ്പോഴാ എന്താ പറയാന്നറിയില്ല. ഇപ്പൊ ദേഷ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഒരു കാര്യമില്ലാതെ 2-3 വട്ടം വഴക്കു പറഞ്ഞു. കാര്യം എന്താന്ന് സാറിന് പോലും അറിയില്ല. നമുക്കറിയാവുന്ന ആളല്ലേ. നല്ല രീതിയിലായിരുന്നപ്പോ ഇങ്ങനെയൊന്നും പറയാത്തല്ലേ. പൊന്നി അങ്ങ് ക്ഷമിച്ചയാളാ. ഞാൻ അപ്പൊ തന്നെ അത് കളഞ്ഞു ശാരദാമ്മേ. എനിക്കറിയാലോ ഇപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥ. എങ്ങനെ കഴിഞ്ഞിരുന്ന വീടാ. ശാരദാമ്മേ, ശാരദാമ്മ ഒന്ന് അപ്പുറത്തേക്ക് വരണം. ഭക്ഷണം കഴിപ്പിച്ച് കിടത്താൻ നോക്കിട്ട് രാഘവൻ സാറ് കിടക്കുന്നില്ല. ഇതുവരെ ഇങ്ങനൊരു ശാഠ്യം ഞാൻ രാഘവൻ സാറെ കണ്ടിട്ടില്ല. കൊച്ചുകുട്ടികളെക്കാളും കഷ്ടമാന്നേ. ഞാൻ തുടച്ചോളാം ശാരദാമ്മേ. ശാരദാമ്മ ചെല്ല്. ബാ വിളിച്ചേട്ടാ. ഈശ്വര, ഞാനിവിടെ കിടക്കത്തൊന്നുമില്ല. കിടക്കത്തില്ലെന്ന് പറഞ്ഞാൽ കിടക്കത്തില്ല. കിടക്കൂല, ഞാൻ കിടക്കൂല. എന്താ രാഘവട്ടാ, എന്താ പറ്റിയേ? പാവം മരിക്കാൻ കിടക്കുന്നതല്ലേ. അയ്യോ, അങ്ങനെ മരിക്കാൻ കിടക്കുന്ന ആളോട് കിടന്നാ ഞാൻ മരിക്കൂലേ? ആരാ പറഞ്ഞ രാഘവേട്ടനോട് ഈ നുണയൊക്കെ? സത്യമ്മ സുഖമില്ലാതെ കിടക്കല്ലേ. ഒരു പനി വന്നതാ. അതിപ്പോ ഇന്നല്ലെങ്കിൽ നാളെ അങ്ങ് മാറും. ശാരദാമ്മ പറയുന്നൊന്നുമല്ല കാര്യങ്ങള്. അവളെ മരിക്കാൻ കിടക്കുവാ. ചിലപ്പോ ഇന്ന് മരിക്കും, ഇല്ലെങ്കിൽ നാളെ രാവിലെ മരിക്കും. സംശയം ഉണ്ടെങ്കിലേ വിഷ്ണുവിനെ വിളിക്ക്. അവൻ വന്ന് പറയട്ടെ. അവൻ വന്ന് പറഞ്ഞാൽ ശാരദാമ്മ വിശ്വസിക്കുമല്ലോ. വിളിക്കാവനെ. വിഷ്ണു, വിഷ്ണു, രാഘവേട്ടാ, വിഷ്ണുവേ.
എന്താ അച്ഛ, എന്താ ഇങ്ങനൊക്കെ? വളരെ ദേ, ഇവരെല്ലാം കൂടെ ഭാമയുടെ കൂടെ എന്നെ കൊണ്ട് കിടത്തി എന്നെ കൊല്ലാനുള്ള പരിപാടിയാ. ഓളെ സമ്മതിച്ചു കൊടുക്കല്ലേ. എന്റെ വിഷമം എന്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും അവൻ സമ്മതിക്കത്തില്ലായിരുന്നു. ആ ശരി, സമ്മതിച്ചു. അച്ഛനിപ്പോ സത്യമ്മയുടെ മുറിയിൽ കിടക്കണ്ട. ഞാൻ കിടക്കൂല, എന്നോട് കിടത്തേം വേണ്ട. ആ പിള്ളച്ചേട്ടാ, അച്ഛന്റെ റൂമിൽ നിന്ന് സത്യാമ്മയെ മാറ്റി കിടത്തണം. ആ ശരി. അല്ലെങ്കിൽ വേണ്ട, അച്ഛനെ മറ്റൊരു റൂമിലേക്ക് മാറ്റി കിടത്ത. എന്താ അച്ഛാ, പോരെ? ആ, അത് മതി, അത് മതി, അങ്ങനെ മതി. അവിടെ ഡൈനിങ് റൂമിന്റെ അടുത്തുള്ള മുറിയിൽ അച്ഛനെ കിടത്ത്. ഓ അത് മതി. ആ. അത് കൊള്ളാം, അത് കൊള്ളാം. വാ വാ, അത് മതി. ആ ആ ഈശ്വര, മോളെ എല്ലാം കൂടി എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല അമ്മ. ഇതിനെ മാത്രം സങ്കടപ്പെടുത്താൻ ഞാൻ എന്ത് പാപം അമ്മ ചെയ്ത്? എനിക്ക് തലയൊക്കെ പെരുത്ത് കയറുക, മനസ്സ് കൈവിട്ട് പോന്ന പോലൊരു തോന്നല്. കുഞ്ഞേച്ചി, വിഷ്ണുവേട്ടൻ കുട്ടികളെ എവിടെയൊക്കെയോ കൊണ്ടുപോകാന്ന് പറഞ്ഞ് ആശിപ്പിച്ചിട്ടേ കുട്ടികളെ രണ്ടുപേരും അവിടെ കിടന്ന് ബഹളം വെക്കുക. അതിനും കൂടി എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം. വിഷ്ണു എവിടെ കൊണ്ടുപോകുന്നാ നീ പറഞ്ഞു വരുന്നേ? ബീച്ചില്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വിഷ്ണുവേട്ടൻ എങ്ങോട്ടെങ്കിലും ഒക്കെ പോവാലോ. കുട്ടികളുടെ മുമ്പിൽ കിടന്ന് അനുഭവിക്കുന്ന മൊത്തം ഞാനല്ലേ. നീ എന്ത് അനുഭവിക്കുന്നു നീ പറയുന്നേ? ഓരോരുത്തർ ഓരോ മോഹന വാഗ്ദാനങ്ങൾ നടത്തിയിട്ട് അങ്ങ് പോവും. അവർക്ക് പിന്നെ ഒന്നും അറിയണ്ടല്ലോ. വീട്ടിൽ നിൽക്കുന്ന എന്നോടല്ലേ കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നേ. എന്റെ ഒരു തലവിധി. അവരോടൊക്കെ ഞാൻ പറഞ്ഞോളാം. ഏയ് ശാലിനി, നീ എന്താടി കാര്യങ്ങളൊന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നേ? അമ്മയൊന്നും മിണ്ടാതിരുന്നേ. ആ, അമ്മ മിണ്ടായിരിക്കാം. എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? ഉറങ്ങുന്നില്ല രണ്ടാളും? ഞങ്ങൾക്ക് ബീച്ചിൽ പോണമെന്ന് പറഞ്ഞാൽ ബീച്ചിൽ പോണം.